ഏതാണ്ട് 262 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത്. സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥലം പറയുന്നത് എന്തോരം ഉണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. ഇത് പറയാം. ഇവിടെ കുറേ ഫുഡ്, ചിപ്സ്, അതിനെല്ലാം വില എഴുതിയിട്ടുണ്ടല്ലോ. വില എന്നിട്ട് എടുത്തിട്ട് പൈസ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഹാമിൽട്ടണിൽ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പം എല്ലാം പഴയ ബിൽഡിങ്ങുകളല്ലേ നോക്കി. ആ ബിൽഡിംഗ് കാണുന്ന 1911 പണിത ഒരു ബിൽഡിംഗ് ആട്ടോ ആ കാണുന്നത്. വിൻഡോസിൻ്റെ ഒക്കെ പേജിൽ വരുന്ന പോലെയല്ലേ കിടക്കണേ. വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിൻ്റെ നോർത്ത് ഐലൻഡിലെ ഒഹാകുനി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒഹാകുനി എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ക്യാരറ്റും വെജിറ്റബിൾസും ഒക്കെ ഫാമിംഗ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്പൺ ആരും ഇല്ലാതെ ഒരു കുറച്ച് പച്ചക്കറിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതെന്താ എങ്ങനെയാണ് വിൽക്കുന്നതെന്ന് കാണാം. പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ നമുക്കൊന്ന് കണ്ടു കളഞ്ഞാലോ. ഇത് മെയിൻ വെല്ലിംഗ്ടൺ ഓക്ലാൻഡ് ഹൈവേ ആണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ ഒഹാകുനിയിൽ നിന്നും ഞങ്ങൾ ഹാമിൽട്ടൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് കണ്ടത്. ഇതിനു മുമ്പ് ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ലോക്കൽ ഫാമുകളിൽ ഉണ്ടാകുന്ന, എനിക്ക് വേണം ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഫാമാണുള്ളത്, അവിടെ കാണാം അങ്ങോട്ട് ഫാം. അവിടെ ഉണ്ടാകുന്ന ഓരോ ഫാമിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ 10 കിലോ ക്യാരറ്റ്, 10 കിലോ ക്യാരറ്റിന് $8 പറയുന്നുണ്ട്. വളരെ ചീപ്പാണ്. അതുപോലെ 10 കിലോ പൊട്ടറ്റോ, ഇത് വാഷ്ഡ് തരിക്കില്ല, അതിന് $10 പറയണേ. ഇത് കൊള്ളാട്ടോ. 20 കിലോയ്ക്ക് 20 കിലോ ഹോസ് ക്യാരറ്റോ. ഇതെന്ത് ക്യാരറ്റോ? അത് ഒരു പിടിയില്ലല്ലോ, മനസ്സിലാവുന്നില്ല. ഹോസ് ക്യാരറ്റോ ഒരു പിടിയില്ല. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. നമുക്ക് നോക്കാം ഇവിടെ എന്താ ഉള്ളത് നോക്കാം. ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ക്യാബേജിന് $4. ഇത് വലിയ വില കുറവല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ക്യാരറ്റ് ചെറിയ ബാഗിലും ഇരിപ്പുണ്ട്. പിന്നെ പലതും എന്താ, പിന്നെ ഇത് ബ്രൊക്കോളിയാണോ, ചെറിയ ക്യാബേജുകൾ. ആപ്പിള്, ഇവിടെ ഉണ്ടായിരുന്ന ആപ്പിള് $4 പറയുന്നത്. ഇത് റാഡിഷ് അല്ലേ, സ്വീറ്റ്, ഇതിന് $5 പറയുന്നത്. അനിയനുണ്ട്, ഇത് $5 പറയുന്നു. ഇത് ഒഹാകുനി പൊട്ടറ്റോസ്, ഇത് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടറ്റോ $6. ഇത് വാഷ്ഡാണോ അറിയില്ല കേട്ടോ. അപ്പം പിന്നെ ഇത് ബ്രൊക്കോളി ഇരിക്കുന്നു. എല്ലാത്തിൻ്റെ വില വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് നമ്മൾ ഈ സാധനങ്ങൾ എടുക്കുക, അതിനെല്ലാം വില എഴുതിയിട്ടുണ്ടല്ലോ. വില എന്നിട്ട് എടുത്തിട്ട് പൈസ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അത് ആരും ഇവിടെ കടയിലൊന്നും ഇരിപ്പില്ല. എല്ലാവരും ഇവിടെ അങ്ങനെ ചെയ്യും. ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വെറുതെ നാളത്തെ ന്യൂസ് പേപ്പറിലൊക്കെ വരും. പക്ഷേ ഇവിടെ ആരും തന്നെ പറ്റിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. പൈസ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ പംകിൻ കാണുന്നുണ്ട്. പംകിന് $8 കേട്ടോ പറയണത്. പംകിന് $8 പറയണത്. അപ്പോൾ അല്ലേ, ഇവിടെ പല സ്ഥലങ്ങളിലും തന്നെ ഇങ്ങനെ വീടുകളിൽ ഉണ്ടാകുന്ന സാധനമൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവച്ച് വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ക്യാഷ് നിങ്ങൾ ഇട്ടിട്ട് പോയാൽ മതി. ഓരോ ബാഗിലേക്ക് വെച്ചിട്ടുണ്ടാവും. അത് കോമൺ ഒരു പ്രാക്ടീസാണ് ഇവിടെ. ആരും തന്നെ പറ്റിക്കാറില്ല. എല്ലാവരും തന്നെ പൈസയൊക്കെ ഇടാറുണ്ട് ശരിക്കും. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആലോചിക്കുമ്പോൾ ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. മാവേലി നാട് വാടിടും കാലം എന്ന് പറയുന്ന പോലെ കേൾക്കാവുന്ന ഒരു സംഭവമൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. പലയിടത്തും ഉണ്ട്. എൻ്റെ വീടിനടുത്തും ഒരു വീട്ടിലിങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരെ ഉണ്ടാകുന്ന എല്ലാ ഫ്രൂട്ട്സും പുറത്തു കൊണ്ടുപോകാൻ ഞാൻ കാണിച്ചു തരാം. പണ്ട് കാണിച്ചിട്ടുണ്ട്, ഞാൻ പിന്നെയും കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി അടുത്ത കാര്യങ്ങൾ കാണാം. ഇന്ന് ഞങ്ങൾ ഹാമിൽട്ടണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹാമിൽട്ടണിലേക്ക് പോകുന്ന ഓരോ കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. വന്നപ്പോൾ നല്ല രസമുള്ളൊരു ബ്രിഡ്ജ് കണ്ടു. ഇത് റെയിൽവേ ബ്രിഡ്ജാണ് കേട്ടോ. ഇത് ഏതാണ്ട് 1900-ൽ പണിതതാണ്. ഏതാണ്ട് 262 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത്. ഹൈറ്റ് അല്ല, ലെങ്ത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെപ്ത്ത്, ഇതിലേക്കുള്ള ഡെപ്ത്ത് പറഞ്ഞാൽ 76 മീറ്ററോ 80 മീറ്ററോളം താഴ്ചയുണ്ട് കേട്ടോ. ഇത് വെല്ലിംഗ്ടണിലേക്ക് പോകുന്ന മെയിൻ ട്രെയിൻ പോകുന്ന റെയിൽവേ ട്രാക്കാണ് ഈ കാണുന്നത്. 1900-ൽ, അതായത് 120 വർഷം മുമ്പോ അല്ലേ? എത്രയേ, 120 ആണോ 2000 അല്ലേ? അതെ, സംശയം വരുന്നു. ഇത് കണ്ടോ, രസമുള്ള സ്ഥലമാണല്ലേ. അപ്പോൾ ഇത്ര വർഷം മുമ്പ് എനിക്ക് വേണമെങ്കിൽ ക്രൈസ്റ്റ്ചർച്ചിലുള്ള ഏതോ കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, അങ്ങോട്ടുള്ള ഡെപ്ത് കണ്ടോ നിങ്ങൾ. ശരിക്കും അവിടെ റിവർ പോകുന്നുണ്ട്. ആ റിവറിലാണ് കേട്ടോ അതിൻ്റെ 2 പോസ്റ്റുകൾ നിൽക്കുന്നത്. നല്ല രസമുണ്ട്. അവിടെ നല്ലൊരു ഫോഗ് കയറി വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു സീനിക്കാണ്. നോക്കിയത് തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. നോക്കിയേ, തിക്ക് ഫോറസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് റെസ്റ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിനെ പറ്റിയുള്ള എന്താണ് മക്കറ്റോറ്റോ എന്തോ സംഭവമാണ് കിവി റെയിൽ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ പലതരം ഫിഷും പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. കൊള്ളാം അല്ലേ? നല്ലൊരു ഫീലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഇവിടെ ഒരു വണ്ടി വരണ്ടല്ലോ. പേടിച്ചു ഞാൻ. ഓക്കെ, പോകാം.
വരുന്ന വഴിക്ക് നല്ലൊരു സീനിക് സ്ഥലം കണ്ടു. ഇവിടെ കുറച്ച് സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥലം പറയുന്നത് എന്തോരം ഉണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. ഇത് പറയുന്നത് $4,65,000 പറയുന്നത്. എത്ര ഏക്കർ ഉണ്ടെന്ന് പറയില്ല. ഇത് ഒത്തിരി സ്ഥലം ഉണ്ടാവട്ടെ, ഹെക്ടേഴ്സ് ഓഫ് ഹെക്ടേഴ്സ് ഉണ്ടാവണം. നോക്കിയേ, ഫാം ലാൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ഫോഗും കാണുന്നുണ്ട്, ചെറിയ റെയിനും കാണുന്നുണ്ട്. നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കണം വേണമെന്ന് പറഞ്ഞു. നമ്മളിവിടെ നിർത്തി വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാം. അവിടെ ഹോസിനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, അതൊന്ന് ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്യാമോ? നമുക്കൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ഞാൻ. ഓക്കെ 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 നമുക്ക് ഇവിടെ കുറേ ഫുഡ്, ചിപ്സ്, കുറച്ച് ഇതാ അതൊക്കെ വെച്ചിട്ടുണ്ട്. എഗ്ഗ് ഞങ്ങൾ രാവിലെ കഴിച്ചെടുത്ത് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. പൊരിച്ചു നിന്നാണ്. ഈ ചിപ്സ് എടുക്കാം, അതുപോലെ ഇതൊരെണ്ണം എടുക്കാം, ചിപ്സ്. ഓക്കെ, എന്നാ സേറാ തുറക്ക. ഏത് ചിപ്സാണ് വേണ്ടേ? ഇത് വേണോ? ഇത് കൗസിനെയും കൊണ്ടൊക്കെ പോകുന്നത് വണ്ടിയാണ് കേട്ടോ. ട്രക്ക് കൗസിനെയും കൊണ്ട് പോകുന്നതാണ്. നല്ല രസമുള്ള ഭയങ്കര രസമുള്ളൊരു ഫീലാണ് കേട്ടോ. എന്നുവെച്ചാൽ ഫോഗ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ ഈ മലനിരകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഔഫ്, എന്താ രസം അല്ലേ. ഞങ്ങളിങ്ങനെ വരണ വഴിക്ക് ചെറിയൊരു ടൗൺ കേട്ടോ. ഇവിടെ ഒന്നും ആൾതാമസവും ഒക്കെ കുറവാണ്. ചെറിയൊരു ടൗൺ എന്ന് പറയാം. എന്താ ഹോനാങ്കയോ അങ്ങനെ എന്തോ ഒരു എന്താ പറയുക. വളരെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടോ, ഓഫനാങ്കോ എന്തോ ഒരു ഫയർ സ്റ്റേഷനൊക്കെ കാണുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇത് മെയിൻലി എനിക്ക് തോന്നുന്നത് ഒരു ഫാമിംഗ് ലാൻഡ് ആവാനാണ് ചാൻസ് കേട്ടോ. ഫാം ലാൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലെ അത്ര ഒരു ടൈനി ബിൽഡിങ്ങുകളും പരിപാടികളൊക്കെ ആയിട്ട് നോക്കിയാൽ എല്ലാം ഒരു പൊളിഞ്ഞ രീതിയിലുള്ള ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ട് അല്ലേ. നോക്കിയാൽ എല്ലാ ബിൽഡിങ്ങുകളും അങ്ങനെയാണ്. അധികം കടകളും പരിപാടിയൊന്നുമില്ല. കൊള്ളാം, നല്ല അങ്ങൊക്കെ ഫോഗൊക്കെ കയറിയിരിക്കുന്നു. പതുക്കെ നമുക്ക് യാത്ര തുടരാം. കുറച്ചും കൂടെ നമ്മളിങ്ങനെ വന്നു. അപ്പോൾ ഒരു രസമുള്ളൊരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. പഴയൊരു റെയിൽവേ ട്രാക്ക് പോകുന്ന ബ്രിഡ്ജാണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ല ഫോഗും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇത് ഏതാണ്ട് ടമുർനുയി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലൊരു വാട്ടർ ടാങ്ക് കാണുന്നുണ്ട്. നമുക്ക് വലിയൊരു ടാങ്ക് കാണുന്നു. അങ്ങോട്ട് വെള്ളം എങ്ങനെ എത്തിക്കും പോലും, പമ്പ് ചെയ്ത് കയറ്റുകയായിരിക്കണം. എന്നിട്ട് ഇവിടെ മുഴുവൻ ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കണം കേട്ടോ. കൊള്ളാം. ഇത് മുഴുവൻ ഫാം ലാൻഡ്സ് ആണ് കേട്ടോ. ഇത് ഈ കുന്നുകൾ മുഴുവൻ ഇങ്ങനെ കിടക്കുന്ന ഈ മുട്ടക്കുന്നുകൾ പോലെ കാട് പിടിക്കാതെ കിടക്കുന്നതെന്ന് വെച്ചാൽ മുഴുവൻ ഷീപ്പ്, കൗസൊക്കെ ഉണ്ട് കേട്ടോ. അത് ഷീപ്പിനെയൊക്കെ അവിടെ ഷീപ്പിനെ കാണുന്നുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത്, നല്ല രസമായിട്ട്. ഇവിടെയൊക്കെ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 ഏക്കർ സ്ഥലമുണ്ടാവും കേട്ടോ. പലർക്കും തന്നെ ഉണ്ട് കേട്ടോ. 10,000, 20,000 ഒക്കെ ഏക്കർ സ്ഥലങ്ങൾ ഉണ്ട് പലർക്കും തന്നെ. നല്ലൊരു റിവർ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇല്ലേ, നല്ല റിവർ ഒഴുകുന്നുണ്ട്. കൊള്ളാം. ഇതൊരു ചെറിയൊരു ആൾക്കാരൊക്കെ താമസിക്കുന്ന ചെറിയൊരു ടൗൺഷിപ്പ് പോലത്തെ ഒരു സ്ഥലമാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞങ്ങളങ്ങനെ ഓടിയെത്തി. എന്താണ്ട് ടിക്കൂറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ടിക്കൂറ്റിയിൽ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവരൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനത് വണ്ടിയുടെ ചാർജിങ്ങിൻ്റെ അത് കാണിച്ചു തരാം. ഏതാണ്ട് പറയുന്നത് ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് 10% ചാർജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 10% ചാർജ് ആയി. 10% ആയിരുന്നു. ഞാൻ കുത്തിയിട്ട് ഇപ്പോൾ ഇറങ്ങിയപ്പോഴേ 14%ലേക്ക് കയറി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. ഒരു മുഴുവൻ ചാർജ് ചെയ്യാനുള്ള, ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് വലിയ ദൂരമില്ല. അപ്പം അത് മതി. ഓക്കെ, ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഒരു നല്ല രസമുള്ള ഒരു ചെറിയ ടൗണാണ്. ഫാമിംഗ് ഒക്കെയാണ് മെയിൻലി ഇവിടെ ഉള്ളത്. ഞങ്ങളിങ്ങനെ ടിക്കൂറ്റി ടൗണിൽ കൂടി ഇങ്ങനെ നടന്ന് ഫുഡ് അന്വേഷിച്ച് പോവുകയാണ്. ഇവിടെ കുറേ നല്ല വീടുകളും ഫാം ലാൻഡ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറേ സോൾട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സീനാണ് കാണിക്കുന്നത്. എന്താണ് കഴിക്കുക എന്നറിയില്ല, നോക്കാം. ഇവിടെ ഒരു സൂപ്പർ ലിക്വർ ഷോപ്പ് കാണുന്നുണ്ട്. സൂപ്പർ ലിക്വർ, ഇവിടെയാണ് ലിക്വറൊക്കെ കിട്ടുക. ഇത് എല്ലാം ഇന്ത്യൻസ് ആയിരിക്കും കേട്ടോ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞു. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. അവിടെയൊക്കെ ഇന്ത്യൻസിനെ അവിടെ ഇന്ത്യൻസിൻ്റെ അല്ല കേട്ടോ കാണണേ. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും ഇല്ല ഇവിടെ. എനിവേ, റെയിൽവേ ട്രാക്കും ഇതിലല്ലേ പോണത്? ഇതല്ലേ
അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് പതുക്കെ പോവാം. ആ ഇങ്ങോട്ട് അവിടെ ഒരു ആർച്ച് കണ്ടോ? ആ കൊള്ളാലോ. വണ്ടി റോഡിലാണല്ലോ മോളെ. വണ്ടി റോഡിലാണല്ലോ. മോശമായി പോയിട്ടാ. കുഴപ്പമില്ല, വണ്ടി റോഡിലാ. വണ്ടി റോഡിലാന്നേ, അങ്ങനെ നിർത്താൻ പാടില്ല. ഇവിടെ ഒരു ടേക്ക് അവേ, ചൈനീസ് ടേക്ക് അവേ കാണുന്നുണ്ട്. അപ്പുറം ഒരു സൺറൈസ് ബേക്കറി ആണ്. സൺറൈസ് ബേക്കറി ക്ലോസ് ആണ്. എന്നാൽ ഇതേ ഉള്ളൂ സൺറൈസ് ബേക്കറി ക്ലോസാ. അല്ലെങ്കിൽ പിന്നെ റെസ്റ്റോറൻറ്റ് നോക്കണം. എന്നാ വാ. ഇനി അവിടെ പോയി റെസ്റ്റോറൻറ്റിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണ്ട കേട്ടോ. അപ്പം ഇല്ല, അങ്ങോട്ട് വാ. ഇവിടെ ഒരു മ്യൂസിയം ഗാലറി എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. ഇത് റെയിൽവേ ട്രാക്കിനെ ക്രോസ് ചെയ്ത് മറ്റേ റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓവർ ബ്രിഡ്ജ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എന്തോ മൗറി ആർട്ടും ഒരു റെസ്റ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ലൊരു ഗുഡ് ജോർജിൻ്റെ ബാറും പബ്ബും ഫുഡും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ടൗൺ ആൻഡ് കൺട്രി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്ക് ഹൗസൊക്കെ പോലെ ഒരു രസമുള്ളൊരു ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അത് നോക്കിയാലോ. ഇതാണ് ബേക്ക് ഹൗസ് പോലെയുള്ളൊരു കൺട്രി ആൻഡ് ഫുഡ്. അത് കുഴപ്പമില്ല കേട്ടോ, നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. എനിവേ അവരവിടെ ഫുഡ് ഓർഡർ ചെയ്യട്ടെ. ഞാൻ അപ്പോൾ പതുക്കെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് പതുക്കെ വണ്ടി ഒന്നിട്ടല്ല ഇതിലെ പോസ് ചെയ്തിട്ട് എന്താ ഗുഡ് ജോർജ് അവിടെ ഒരു പബ്ബ് കാണുന്നുണ്ട്. ആ പബ്ബിലൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഇത് ടോയ്ലറ്റാണ് കേട്ടോ, നല്ല രസമായിട്ട് ചെയ്ത്. ടോയ്ലറ്റ് അല്ലേ, അതിൻ്റെ ഇൻഫോർമേഷനാണോ? ഇതാരാ പോലും ആരോ സ്റ്റാച്ചു കണ്ട് റഗ്ബി ബോളൊക്കെ പിടിച്ചിട്ട് സർ കോളിൻ മെഡോ ഓൾ ബ്ലാക്സിൽ ഉണ്ടായിരുന്ന കേട്ടോ. ഇവിടുത്തെ ന്യൂസിലാൻഡ് ടീമിലുണ്ടായിരുന്ന ഒരാൾ ഇവിടുത്തുകാരനാണ്. 20th century 1957 to 71 കണ്ടായിരുന്നു. വാ നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം. നല്ല രസമുണ്ടല്ലോ, ഇവിടെ രസമുണ്ടല്ലേ. ഫ്ലോറ് ഫുള്ള് അവർ എന്താണ് ഇതൊക്കെ ബ്രിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട്. ഇതിൻ്റെ എൻട്രൻസ് ഏതാ പോലും, എൻട്രൻസ് ഇതിലേ പോലും മനസ്സിലാവുന്നില്ലല്ലോ. ഇതാണോ എൻട്രൻസ്? കൊള്ളാം. ഇവിടെ എത്തിയപ്പോൾ ടൗൺ ഒരു രസമുണ്ട് കേട്ടോ. എല്ലാം പഴയ ബിൽഡിങ്ങുകളല്ലേ നോക്കി. ആ ബിൽഡിംഗ് കാണുന്നത് 1911 പണിത ഒരു ബിൽഡിംഗ് കേട്ടോ ആ കാണുന്നത്. അവിടെ ഒരു മിനി ഇന്ത്യൻ ടേക്ക് അവേ ഉണ്ട്. ഇവിടുത്തെ പല ടൗണുകളും ഇങ്ങനെയാണ് കേട്ടോ, പഴയ നല്ല ഓൾഡൻ ലുക്കിലുള്ള ബിൽഡിങ്ങുകളാണ് പലതും തന്നെ. നമുക്ക് ഒന്ന് ഇവിടെ കയറി നോക്കാം. എൻട്രൻസ് മാത്രം ഞാൻ കണ്ടില്ല കേട്ടോ ഇതുവരെ. ശരിക്കും ഇതിൻ്റെ എൻട്രൻസ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് ശരിക്കും റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന റെയിൽവേ ട്രാക്ക് ഇതിൽ കൂടിയാണോ എൻട്രൻസ്? പോയി നോക്കാം. ഇത് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇതിലെയാണോ എൻട്രൻസ്? ഇതിലെ എൻട്രൻസ് എന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, നല്ല ഫോഗ് കയറി നിൽക്കണം എല്ലായിടത്തും. നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. ഞാനൊരു ഗുഡ് ജോർജ്, ഫേമസ് ആയിട്ടുള്ള ഒരു ഗുഡ് ജോർജ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ബ്രൂവിങ് ഇൻ ഹാമിൽട്ടനെ. ഗുഡ് ജോർജ് ഹാമിൽട്ടണിൽ ബ്രൂ ചെയ്യുന്നൊരു ബിയറാണ്. അതിൻ്റെ IPA അത് മേടിക്കുകയാണ്. $12 ആണ് അതിൻ്റെ ലാർജ് ഇത് പറയുന്നത്. പക്ഷേ ഞാൻ പേ വേവ് ആകുമ്പോൾ 1.5% സർചാർജും കൂടെ വരും. ഇപ്പോൾ ഇവിടെ എങ്ങനെയാട്ടോ എന്ന് വെച്ചാൽ നമ്മൾ കാശ് കൈ കൊണ്ട് നടക്കുന്ന പരിപാടിയില്ല. കൂടുതലും ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ മുഴുവൻ. ഓക്കെ, അവിടെയാണ് പബ്ബ് വരുന്നത്. ഫുഡ് അവിടെ ഓർഡർ ചെയ്യാണ്, മറ്റേടത്ത് ഓർഡർ ചെയ്യാണ്. ഇതാണ് ഗുഡ് ജോർജ്. ഇത് ഹാമിൽട്ടണിൽ ബ്രൂ ചെയ്യുന്ന ബിയറാണിത്. പക്ഷേ ജസാൽ അവളെന്ത് കാണിച്ചാൽ ഒഴിക്കണം? അത് മുഴുവൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതല്ല, പുറത്തേക്ക് പോകല്ല, അതിൻ്റെ ഫോമായിട്ട്. ദാറ്റ്സ് ഗുഡ്. താങ്ക് യു. വേറെ ബിയറൊക്കെ ഇരിപ്പുണ്ട്, ബോട്ടിൽ ബിയറൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ, പക്ഷെ വേറെ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്കൊന്ന് കുടിച്ച് നോക്കാം. ഇത് IPA. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്ലേവറാണ് ഇതിൽ വരുന്നത്. സാധാരണ നമ്മൾ കുടിക്കുന്ന ബിയറിൻ്റെ പോലെയല്ല, വേറൊരു ചെറിയൊരു ബിറ്ററും ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ കൂടി വരുന്നൊരു ബിയറാണ്. എനിക്കിഷ്ടമാണ് കുടിക്കാൻ, രസമാണ്. ഇത് ഹാമിൽട്ടണിൽ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പം ഏതാണ്ട് ന്യൂസിലാൻഡിൻ്റെ എല്ലായിടത്തും തന്നെ ഒരു സാധാരണ ലെവലല്ല, ഹൈ സ്റ്റാൻഡേർഡ് ലെവലിൽ ഉള്ള ഷോപ്പുകളിൽ മുഴുവൻ ഇങ്ങനെയുള്ള ഇതാണ് വരുന്നത്. ഇത് പബ്ബ് രസമുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വെരി ഓൾഡ് ബിൽഡിംഗ് ആണ് നോക്കിയേ. നല്ല രസമല്ലേ ബിൽഡിങ്ങാണ് കാണാൻ.
ഓക്കെ, ഇപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഗുഡ് ജോർജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇവിടെയുള്ളവർ ഇച്ചിരി എക്സ്പെൻസീവാണ്, ബട്ട് ഒരു ടേസ്റ്റിയാണ്. ഇതൊരു പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ ഒരു പാർട്ട് ഓഫ് സംഭവമായിരുന്നു. അപ്പം അവരെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ, മറ്റുള്ള സ്റ്റേഷനിലേക്കൊക്കെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫോണും പരിപാടികളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറേ ലൈറ്റ്സ് കാണുന്നുണ്ട്. പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന ലൈറ്റ്സ് ഇല്ലേ, ഇങ്ങനെ റെഡും ഗ്രീനൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെയാണല്ലോ, ലൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് പഴയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. നല്ലൊരു ആംബിയൻസ് ആണ്. അങ്ങനെ ബിയറൊക്കെ അടിച്ചു, നമ്മൾ പതുക്കെ പുറത്തേക്ക് പോവുകയാണ്. അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് സൺഡേ ആണ് കേട്ടോ, വലിയ തിരക്ക് കാണുന്നില്ല. ബിൽഡിങ്ങുകൾ അതെ, രസമുണ്ട്. ഇത് സ്റ്റോക്ക് ഈറ്ററി എന്നാണ് പേര് കൊടുത്തിരുന്നത്. റെയിൽവേ സ്റ്റേഷനുമായിട്ടുള്ള ബന്ധമുള്ള പേരൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. സോറി. അപ്പം ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു. വന്നോന്നറിയില്ല, പോയി നോക്കാം നമുക്ക്. ഇത് ഓപ്പൺ ആവാത്തെ? ഫുഡ് ഓർഡർ ചെയ്താ വന്നില്ലേ ഒന്നും? നിങ്ങൾ എന്താ ഓർഡർ ചെയ്തേ? ഇത് വാമായിട്ടുള്ള നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ? ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? ഒരു ട്രെയിൻ ഇതാ പോകുന്നു. ഇത് എന്താണ്? പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ. വെല്ലിംഗ്ടണിൽ നിന്നും വരുന്ന വെല്ലിംഗ്ടൺ ടു ഓക്ലാൻഡ് പാസഞ്ചർ ട്രെയിനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുറകിലെ ബോഗി എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് നമുക്ക് പുറത്തു നിന്ന് ആ സീനിക് വ്യൂ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. മിഡിലുള്ളതൊക്കെ ഗ്ലാസ് വെച്ച് ഫുൾ AC കമ്പാർട്ട്മെൻറ്റാണ്. അതിനകത്തൊരു ഫുഡ്, ഒരു പാൻട്രിയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെയുണ്ട്. യാത്ര രസമാണ് കേട്ടോ. ശരിക്കും ഇതിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര രസമുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല, വലിയ 70-80 മീറ്റേഴ്സ് ഹൈറ്റിലുള്ള ഇതൊക്കെ കണ്ടല്ലോ. അതിൻ്റെയൊക്കെ മുകളിൽ കൂടിയാണ് ഇത് പോവുക. നമ്മളങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 50% ചാർജ് മതി നമുക്ക്. ഫുഡ് ആ സമയം കൊണ്ട് 50% മതി നമുക്ക്. അപ്പം നമുക്ക് ഓഫ് ചെയ്തിട്ട് വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ഞാൻ ന്യൂ വേൾഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിലുള്ള ചാർജിങ് സ്റ്റേഷനാണ്. ചാർജ് നെറ്റ് എന്ന് പറഞ്ഞൊരു ചാർജിങ് ഇതിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജെനിസിസ് എനർജിയാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ജെനിസിസ് എനർജിയിൽ ഞാൻ എന്താണോ വീട്ടിൽ കൊടുക്കേണ്ട പൈസ, ആ പൈസയെ ഇതിനകത്ത് പറ്റുള്ളൂ ചാർജ് നെറ്റിൻ്റെ. അതാണൊരു ഗുണം. അതിൽ ഇപ്പോഴത്തെ ഇതിൽ വെച്ചിട്ട് 30 cents പെർ കിലോവാട്ടാണ് വരിക. 30 cents അല്ല കേട്ടോ, അയ്യോ പൈസയൊക്കെ തെറ്റിപ്പോകുന്നുണ്ടാവും. അപ്പം എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എന്താണോ കൊടുക്കുന്നത് ആ പൈസ തന്നെയാണ് ഇവിടെയും വരുള്ളൂ. അപ്പം ജെനിസിസ് എനർജി ആയതുകൊണ്ട് അങ്ങനെ അവരുമായിട്ടുള്ള ഒരു ഇതിൽ എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചാർജ് നെറ്റും ജെനിസിസും തമ്മിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു കമ്പൈൻഡ് പരിപാടിയാണ്. അതുകൊണ്ടാണ് ഈ ചാർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെ 50% ചാർജ് കയറി കഴിഞ്ഞു. ഞാൻ അൺപ്ലഗ് ചെയ്തു കേട്ടോ. 50% കൊണ്ട് 213 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്കൊരു 50 കിലോമീറ്റർ പോലും ട്രാവൽ ചെയ്യാനില്ല ഇനി. ഓക്കെ നല്ല നമുക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പോകാം. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കൊരു 1 more hour ഡ്രൈവ് ഉണ്ടാവണം. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എന്തോ ഷേപ്പിൻ്റെ പ്രത്യേകതയാണോന്ന് അറിയില്ല, ഈ ബാക്കിൽ മുഴുവൻ ഇങ്ങനെ മഡ് വന്ന് വരണം കേട്ടോ. സാധാരണ എല്ലാ വണ്ടികളുടെയും വണ്ടിയൊക്കെ ഒത്തിരി ഓടി കഴിയുമ്പോൾ ഈ സൈഡിലാണ് വരിക. സൈഡിലല്ല വരണേ, ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ ഇങ്ങോട്ടാണ് വരണേ. അതെന്താണ് കാരണം എന്ന് മനസ്സിലാവണല്ലോ കേട്ടോ. കണ്ടോ, പോവല്ലേ മാം? ഓക്കെ, ഇച്ചിരി വെള്ളം കുടിക്കാനെടുത്തുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കൂച്ചിയിൽ നിന്ന് വിട്ടു, ഹാമിൽട്ടൺ പോയിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ ഫാം ലാൻഡ്സ് ആണ് കാണുന്നത്. സീനിക്, റിയലി സീനിക്കേ. ശരിക്കും എന്താണ് പറയുക, മൈക്രോസോഫ്റ്റിൻ്റെ ഒക്കെ വിൻഡോസിൻ്റെ ഒക്കെ പേജിൽ വരുന്ന പോലെയല്ലേ കിടക്കണേ. ആഹാ, ശരിക്കും ഒരു പെയിൻറ്റിങ് ആണ്. എങ്ങനെയുണ്ട്? 100 ആണല്ലോ. ഒത്തിരി വണ്ടികളുണ്ടാവും. ഇനിയും നമുക്ക് ഏതാണ്ട് 10-30 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. പോയി പട്ടിയെ എടുക്കണം. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ തരിക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസിലാൻഡിൻ്റെ പ്രത്യേകിച്ച് കാണാനുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് കമൻറ്റ് രൂപത്തിൽ ഇത് ഞാനൊക്കെ കാണിക്കാൻ ശ്രമിക്കാം. അങ്ങനെ പിള്ളേരെ ഹാൻഡ് ഓവർ എടുത്തു ഡ്രൈവിങ്. അങ്ങനെ പിള്ളേരെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നു.
അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഹാമിൽട്ടൺ ടൗൺ എത്തി ഗായ്സ്. ഇനി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡോഗിനെ മറ്റേ ഡേ കെയറിൽ വിട്ടിട്ടുണ്ടല്ലോ, 2 ദിവസമായിട്ട് അവരുടെ അടുത്താണ്. അതിനെ എടുക്കണം, തിരിച്ച് വീട്ടിൽ പോകണം. 5 മണി ആകുന്നു. 6 o'clock കഴിഞ്ഞാൽ 6-ന് മുമ്പായിട്ട് നമ്മൾ എടുക്കണം. അവിടെ 5 o'clock ആയുള്ളൂ അല്ലേ? ഓക്കെ. അങ്ങനെ പപ്പിയൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റുകൾ തരിക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ബൈ ബൈ പറയാണ്. ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മലു ഗായ്സ്.